Hi, JMain 2026 January 28th ഷിഫ്റ്റ് 1-ലുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. In the following PV diagram, the equation of state along the curved path is given by V minus 2 whole square equal to 4AP, where A constant ആണ്. അപ്പോൾ P എന്ന് പറഞ്ഞത് പ്രഷർ ആയിരിക്കും. P പ്രഷറാണ്. ടോട്ടൽ വർക്ക് ഡൺ ഇൻ ദ ക്ലോസ്ഡ് പാത്ത്. വർക്ക് ഡൺ ഇൻ ദ ക്ലോസ്ഡ് പാത്ത്. അപ്പോൾ പാത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എയിൽ നിന്ന് നോക്കുക ഇങ്ങനെ. ഓക്കെ, ലൈക്ക് ദിസ് ക്ലോസ്ഡ് പാത്ത്. പരാബോളിക് കർവാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, റെഡിയാണല്ലോ. കാരണം പരാബോളിക് കർവാണ് എന്ന് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. കാരണം അത് പി ആണ്, ഇത് വി ആണ്. നോക്കൂ, വി മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4A കോൺസ്റ്റന്റ് ആണ്. യെസ്, അപ്പോൾ പരാബോളയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ കർവ് പോണത് നോക്കുക, ഇവിടെ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കർവ് പോകുന്നത്. റെഡി, ആൻറ്റി ക്ലോക്ക് വൈസ്. യെസ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പി വി ഗ്രാഫ് നിന്ന് പിന്നെ ഈ ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. പക്ഷെ അത് കാണാൻ നമുക്കിവിടെ പ്രശ്നമുള്ളത്, നമുക്ക് നോക്കൂ, വോളിയം ഇവിടെ മീറ്റർ ക്യൂബിൽ ഇത് 1 മീറ്റർ ക്യൂബ് 3 മീറ്റർ ക്യൂബ്. പക്ഷെ കറസ്പോണ്ടിങ് പ്രഷർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ ആ പ്രഷർ നമ്മൾ ഈ ഇക്വേഷനിൽ കണ്ടെത്തുക. ഈ പ്രഷർ വാല്യൂ നമ്മൾ ഇക്വേഷനിൽ കണ്ടെത്തി കഴിഞ്ഞാൽ, കാരണം ഇവിടെ പ്രഷർ 0 ആണ്, ഇവിടുത്തെ പ്രഷർ മാത്രമേ കണ്ടെത്തേണ്ട കാര്യമുള്ളൂ. മനസ്സിലായോ? ഇവിടുത്തെ പ്രഷർ കണ്ടെത്തി കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പ്രഷർ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, റെഡി. യെസ്, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4AP ആണ്. 4AP. അപ്പോൾ പി അല്ലേ വേണ്ടത്? പി is ഈക്വൽ ടു വി മൈനസ് 2, വി വോളിയാണ്, ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4A. നൗ പ്രഷർ അറ്റ് എ കാണാം. പ്രഷർ അറ്റ് എ. അപ്പോൾ എയിലുള്ള വോളിയം എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് 1 minus 2 the whole square divided by 4A. That is equal to 1 by 4A എന്ന് നമുക്ക് കിട്ടി. 1 by 4A. അപ്പോൾ ഒബ്വിയസ്ലി സിയിലും അത് തന്നെയാണ്. സി കാരണം എലോങ് ദ ഹൊറിസോണ്ടലാണ്. ഇനി അത് ഹൊറിസോണ്ടൽ തന്നെ ആണോ അല്ലെന്ന് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാം. കാരണം പി സി നോക്ക്, പി സി ഈക്വൽ ടു വി സിയിലെ വോളിയം എത്ര? 3 ആണ്. അപ്പോൾ 3 minus 2 the whole square divided by 4A, which is also equal to 1 by 4A. എന്ന് വെച്ചാൽ ഇതൊരു ഹൊറിസോണ്ടൽ ലൈന് തന്നെയാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഓക്കെ, നോ പ്രോബ്ലം. കണ്ടാൽ തന്നെ നമുക്ക് അറിയാവുന്നുള്ളൂ. ഞാനൊന്ന് റീകൺഫേം ചെയ്താണേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് നോക്കൂ, ഈ ഏരിയയിൽ നമുക്ക് വേണ്ടത് ഈ ഏരിയ. നമുക്ക് ഒന്നുകിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് പരാബോളക്ക് താഴെയുള്ള ഏരിയ കാണാനുള്ള ടെക്നിക്ക് നിങ്ങൾക്കറിയില്ലേ? പരാബോളിൻ്റെ താഴെയുള്ള ഏരിയ കാണാനുള്ള ടെക്നിക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ സപ്പോസ് ഇത് പരാബോളയാണെങ്കിൽ, ഇത് പരാബോളയാണെന്ന് വിചാരിക്കാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ, ഇത് സപ്പോസ് എക്സ് നോട്ടും ഇത് വൈ നോട്ടും ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ എത്ര? എച്ച് നോട്ട് വൈ നോട്ടാണ്. അപ്പോൾ അതിന് 2 ഷെയർ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ? അതിലാകെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ഷെയർ ഉണ്ടല്ലോ, ഏത് ദിസ് വൺ, ഇത് എത്ര ആയിരിക്കും എന്നറിയോ? ഇത് എക്സ് നോട്ട് ബൈ 3 ആണ്. അത് മാത്രം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എത്ര ഉണ്ടാവുക? ഇതാണ് വലുത്, ഇത് 2/3 എക്സ് നോട്ടാണ്. 2/3 എക്സ് നോട്ട്. അപ്പോൾ ഈ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ ഡയഗ്രത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സീ ദിസ്, ഇവിടെ ഇതാ സെൻറ്റർ ലൈക്ക് ദിസ്, ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്, അപ്പോൾ ഇത് നോക്കൂ, ഈ ഏരിയ കിട്ടണം, അതുപോലെ ഈ ഏരിയ കിട്ടണം. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, ഈ വാല്യൂ എത്ര? ഇത് 2 ആണ്. ഇത് 2 ആണെന്ന് നമുക്ക് മനസ്സിലായി. ദിസ് ഈസ് 2, ഇത് 2 ആണ്. ഇതിൻ്റെ വാല്യൂ ഇപ്പം നമുക്ക് കിട്ടി 1 by 4A. ഇത് 1 by 4A എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതെത്രയാണ്?
ഇത് 2/3 H0 Y0. അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ വാല്യൂ തന്നെയാണ് ഇതും കിട്ടുക. ഓക്കെ, അപ്പോൾ therefore ഏരിയ വർക്ക് ഡൺ W is equal to, മാത്രമല്ല ഇവിടെ മൊത്തം ഏരിയ നോക്കൂ, ഇതെന്താണ്, ഇത് ആന്റി ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ ഇത് കംപ്രഷൻ ആണ്, ഇത് എക്സ്പാൻഷൻ ആണ്, ഇത് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ കംപ്രഷൻ ആണ് മുകളിലുള്ളത്, അതുകൊണ്ട് നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മൈനസ് ഞാൻ ഓൾറെഡി അവിടെ മൈനസ് ഇട്ട് വെച്ചു. ഇനി നോക്കൂ, ഒരു ഏരിയ എത്രയാണ്, 2/3 X0 Y0. X0 എന്ന് പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഇതാണ്ടോ, ഞാൻ ഈ പാർട്ടിനെ മാത്രം എടുത്ത് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ 3 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഞാൻ അങ്ങനെ തന്നെ എഴുതാം, 3 - 2 X0 Y0 ഈസ് 1/4A. ഇത് ഒരാളതായിട്ടുള്ളൂ, ഇൻറ്റു 2 ഇൻറ്റു 2. ഓക്കെ, നൗ നമുക്ക് കട്ട് ചെയ്യാൻ ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. അതാ ഇത് 2 2 4 4 ഇതാ കട്ട് ചെയ്തു. ദെൻ ദ റെസ്റ്റ് ഈസ്, ബാക്കി ആരുള്ളത്, മൈനസ് ന്യൂമറേറ്ററിൽ 3 - 2 1, അപ്പോൾ ആരുമില്ല, ഡിവൈഡഡ് ബൈ 3A. യെസ്, -1/3A. Option 4 is correct. Option 4 is the right answer. Hope you got it.